നിസ്കരിക്കാൻ കോവിഡ് കാലത്ത് പള്ളിയൊക്കെ പൂട്ടിയെന്ന നമ്മുടെ പരാതി. പള്ളിയിലൊന്നും നിസ്കരിക്കാൻ പള്ളി ഇവിടെ തുറന്നെടുക്കണം എത്ര കാലമുണ്ടായി? അന്ന് ആരെയും നിസ്കരിക്കണ്ടോ? മദ്രസകളിൽ പോകാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഇപ്പൊ ഇന്നുണ്ട്. പക്ഷെ ആർക്കാപ്പ നേരം? നമുക്ക് വല്ല നേരമുണ്ടോ? ഇവിടെ പൂട്ടിയതിനാ കുഴപ്പം, പൂട്ടാൻ പറഞ്ഞതിനാ കുഴപ്പം. നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ അത് ചിന്തിക്കും. അതിനൊന്നും എതിരെ പ്രവർത്തിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. മദ്രസയുടെ നമ്മുടെ സംവിധാനങ്ങൾ നോക്കൂ. നമുക്ക് നേരമുണ്ടോ? നമ്മൾ എന്തു പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ആഖിറത്ത് തൊഴിലാളിയാണ്. നമ്മൾ എന്തു പറഞ്ഞാലും ആഖിറത്ത് തൊഴിലാളിയാണ്. നമ്മൾ ആഖിറത്ത് തൊഴിലാളി, തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും ഏത് പദ്ധതിയാണെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും ആഖിറത്ത് തൊഴിലാളികളാണ്. ആ ആഖിറത്ത് തൊഴിലാളികളായ നമുക്ക് രക്ഷപ്പെടുന്ന ആദ്യത്തെ ഖബറ്, ആ ഖബറിലെ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക്കാണ്. അതിന്റെ ചോദ്യം, അതല്ലാത്ത ചോദ്യമില്ല. ആ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. മൻ റബ്ബുക വമൻ നബിയുക. ആ ചോദ്യപേപ്പർ, പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നു. ആ ചോദ്യപേപ്പർ ആൻസർ ചെയ്യാൻ ഇവിടെ കർമ്മങ്ങൾ നന്നാവണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം. പക്ഷേ നാം ഭൗതികമായ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന സമയം എത്രയാണ്? അതിനുശേഷം കൊടുക്കുന്ന ട്യൂഷൻ എത്രയാണ്? അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരല്പം മദ്രസയിൽ കൊണ്ടുപോയാൽ തന്നെ എത്രയോ സമയം മദ്രസയിൽ ഉണ്ടാവും. നമ്മൾ കൊണ്ടുപോയി വിടുന്നത് തന്നെ 10 മണി എന്ന് പറഞ്ഞാൽ 10:20 ആവും. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് നേരത്തെ ആവും. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ ദീനും പഠിപ്പിക്കാൻ കുട്ടികൾക്ക് സമയമില്ല. നമ്മുടെയൊക്കെ പഴയ കാലത്ത് നല്ല മദ്രസകളിൽ തല്ലിപ്പഠിപ്പിക്കാനും അതിനൊന്നും ഇന്നിപ്പോൾ തല്ലിയാ പ്രശ്നമല്ലേ? എന്തോ ഒരു കഷ്ടമാണ്. നമ്മുടെ മക്കളെ തല്ലാൻ പാടില്ല ഇല്ലേ? 1-2 ഉള്ളൂ ഉസ്താദേ എന്നാ മറുപടി. 1-2 ഉള്ളൂ. എന്നിട്ടോ എങ്ങോട്ടാ പോവുക? വല്ല അവസ്ഥ അവസാനം വല്ല കഞ്ചാവിന്റെയോ MDMA വല്ല ഡിഗ്രി എടുത്ത് വരുമ്പോൾ പറയും ഉസ്താദ് 100 രൂപ പള്ളിക്ക്. എന്തിനാ? ദ്വാരക്കാൻ. ചെയ്യേണ്ട പണി ആദ്യം ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, മദ്രസയിൽ നിന്നും പഠിച്ച് നല്ല മനസ്സിന്റെ ഉടമകളല്ലേ നമ്മളൊക്കെ. അതുകൊണ്ടല്ലേ നമുക്ക് ഏതെങ്കിലും മറ്റു മതസ്ഥരെ കാണുമ്പോൾ, ഈ തലപ്പാവ് ധരിച്ച നമുക്ക് ആരെങ്കിലും മറ്റു മതസ്ഥരെ കാണുമ്പോൾ, ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ ശബരിമലയിലെ മാലയിട്ട ഒരു സഹോദരന്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ ബീഫ് കഴിക്കൂലല്ലോ ആ സമയത്ത്. അതുകൊണ്ട് നീ ബീഫ് കഴിച്ചില്ലാത്തത് കൊണ്ട് ഇത്ര വലിയ തീവ്രവാദിയാണോ എന്ന് ചോദിച്ചോ. എന്തൊരു ബഹുമാനമായിരുന്നു അദ്ദേഹത്തിനോട്. പച്ചക്കറി കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അദ്ദേഹത്തിനെ ബഹുമാനിക്കുക. ഇതല്ലേ തലപ്പാവ് ധരിച്ചവന്റെ ചിന്ത? തലപ്പാവ് ധരിക്കുന്നവനെയും അങ്ങനെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നിലക്കും എതിരെ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പാഠമതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്, മുത്തുനബി പറഞ്ഞതാണ് മദ്രസ കലാലയത്തിൽ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തുനബി അരുളി ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ. ജാതീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വംശീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, തീവ്രവാദത്തിന് വേണ്ടി അധ്വാനിക്കുന്നവൻ, ഭീകരവാദത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ അവൻ എന്റെ മതക്കാരനല്ലേ അല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തീവ്രവാദത്തിന് ക്ഷണിക്കുന്നവൻ എന്റെ മതക്കാരനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ. ജാതീയതയ്ക്ക് വേണ്ടിയിട്ട് എന്റെ മതത്തിൽ സമരം ചെയ്യുന്നവൻ എന്റെ മതത്തിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വലൈസ മിന്നാ മൻ മാത അലാ സബിയ. തീവ്രവാദത്തിന് വേണ്ടിയിട്ട് മരിച്ചവൻ അവൻ എന്റെ മതക്കാരനല്ല, എന്റെ മതത്തിന് സ്ഥാനമില്ലെന്ന് ലോകത്തുച്ചസ്ഥലം പ്രഖ്യാപനം നടത്തിയ നേതാവിന്റെ അനുയായികൾക്ക് എവിടെയാണോ തീവ്രവാദിയാകാനൊക്കുക? പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള അമ്മമാരോട് ഉമ്മമാരോട് അതാ വിറകുകെട്ടുകൾ എടുത്തു വെക്കുമ്പോൾ ആ വിറകുകെട്ടുകളെ ഭക്ഷിക്കുന്ന ഇരുമ്പുകളില്ലേ, അതിലെ പ്രാണികളില്ലേ, അതിനെ പോലും കരിച്ചു കളയല്ലേ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യായം പിടിച്ചു പറയുന്ന കലാലയം അത് മദ്രസാ കലാലയമാണ്. ഒരു കുരുന്നിലേക്ക് പഠിപ്പിക്കുന്ന നന്മയുടെ പൂക്കാലമാണ്. അടച്ചു പൂട്ടണം, വാടിപ്പോകണമെന്ന് പറയുന്നിടത്ത് ആരും പറയട്ടെ പ്രിയപ്പെട്ടവരെ, അത് പറയാതിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിനെതിരെ, മുസ്ലിമിനെതിരെ, മുസ്ലിമായതിന്റെ പേരിൽ
കേൾക്കേണ്ടി വരും. പക്ഷേ ഇസ്ലാം എന്ന ദീനിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട നാം എവിടെയാ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുത്തുനബിയുടെ വാക്കുകളാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. അതാണ് കലാലയത്തിൽ പഠിപ്പിക്കുന്നത്. നാളെയാണ് ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ പോലും ഒരു മരം വൃക്ഷം നട്ടുപിടിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ഏത് നേതാവാണോ ലോകത്ത് പരിശോധിച്ച കാണാൻ കഴിയുക? മരങ്ങൾ ആർക്കു വേണ്ടിയാണ്? ഈ ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിന് മുഴുവൻ മനുഷ്യരാശി എന്നല്ല, സർവ വസ്തുക്കൾക്കും വേണ്ടിയും. മരം മുറിക്കല്ല മനുഷ്യ, മരം നട്ടുപിടിപ്പിക്കണേ. എന്തിനാ മരം നട്ടുപിടിപ്പിക്ക? നാളെയല്ലേ ഖിയാമത്ത് നാൾ. എന്നാൽ പോലും മരം നട്ടുപിടിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ആ നേതാവിന്റെ അനുയായികളാ